സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ബംഗാളിൽ ആദ്യത്തെ BJP മുഖ്യമന്ത്രി അധികാരമേറ്റു. ബംഗാൾ പിടിക്കുമെന്നുള്ള അവരുടെ പ്രഖ്യാപനം നടപ്പിലായി എന്നർത്ഥം. എങ്ങനെ പിടിച്ചു എന്നത് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കും മതേതര പാർട്ടികൾക്കും പാഠമാക്കാവുന്ന ഒന്ന് തന്നെയാണ്. 2011 സെൻസസ് പ്രകാരം പശ്ചിമ ബംഗാളിലെ മുസ്ലിം ജനസംഖ്യ ആകെ ജനസംഖ്യയുടെ 27%. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ 26.56 ആണെന്നാണ് കണക്ക്. എണ്ണക്കണക്ക് നോക്കുമ്പോൾ കേരളത്തിലെ 3,33,00,000 പരം ജനത്തിൻ്റെ 26% മുസ്ലിങ്ങളെങ്കിൽ ബംഗാളിലെ 9,13,00,000 പരം ജനത്തിൻ്റെ 27% മുസ്ലിങ്ങളുള്ളത്. അതായത് കേരളത്തിലേതിനേക്കാൾ 1.5 കോടിയോളം മുസ്ലിങ്ങൾ ബംഗാളിൽ അധികമുണ്ട് എന്നർത്ഥം. സംസ്ഥാനത്തെ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് വ്യക്തമായ സ്വാധീനവും ബംഗാളിലുണ്ട്. ആകെയുള്ള 294 അസംബ്ലി മണ്ഡലങ്ങളിൽ ചുരുങ്ങിയത് 41 മുസ്ലിങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട്. ചില ജില്ലകളിൽ തന്നെ മുസ്ലിങ്ങൾക്ക് നല്ല സ്വാധീനവുമുണ്ട്. മുർഷിദാബാദിൽ 67% മുസ്ലിങ്ങളുള്ളപ്പോൾ മാൽഡയിൽ അത് 51, ഉത്തര ദിനാജ്പൂരിൽ അത് 50. മുർഷിദാബാദിൽ കഴിഞ്ഞതിനേക്കാൾ 2 സീറ്റ് അധികമായി ഇത്തവണ BJP പിടിച്ചിട്ടുണ്ട്. തൃണമൂലിൽ ഇവിടെ 20 സീറ്റ് ഉണ്ടായിരുന്നത് 9 കുറഞ്ഞു. കുറെ കാലം ഇടതുപക്ഷത്തിന് വ്യക്തമായ പിന്തുണ നൽകിയവരായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ. ഇടതിൻ്റെ സുവർണകാലം അവസാനിച്ചതോടെ മമതയുടെ തൃണമൂലമായിട്ടായിരുന്നു ബന്ധം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോടെ മമതയെയും ഇവർ കൈവിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. BJPയെ മുസ്ലിങ്ങൾ പിന്തുണച്ചു എന്ന് ഇതിനർത്ഥമില്ലെങ്കിലും ചിന്നിച്ചെതിരിപ്പോയ മുസ്ലിം വോട്ടുകളുടെ ആനുകൂല്യത്തിൽ BJP അധികാരത്തിലെത്തി എന്നർത്ഥം. അധികാരത്തിലെത്തുന്നതിന് സഹായകരമായി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വോട്ടുകളിൽ തൃണമൂലിനുള്ള ആധിപത്യം ഇത്തവണ നഷ്ടമായതും കാരണമായിട്ടുണ്ട്. തൃണമൂലിനും കോൺഗ്രസിനും CPM-നും പുറമെ ഉവൈസിയുടെ മജ്ലിസും ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടും ആം ജനതാ ഉന്നയൻ പാർട്ടിയും മറ്റും വീതിച്ചെടുക്കുകയായിരുന്നു ഈ മുസ്ലിം വോട്ടുകൾ. അതിനുശേഷം വോട്ട് ഭിന്നിപ്പിച്ചതിനെ കുറിച്ച് ഇവർ പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്തു. 182 സീറ്റുകളിൽ മത്സരിച്ച ഹുമയൂൺ കബീറിന്റെ പാർട്ടിക്ക് 2 സീറ്റിലാണ് ജയിക്കാനായത്. 2ഇടത്തും ജയിച്ചതാവട്ടെ പാർട്ടിയുടെ നേതാവ് ഹുമയൂൺ കബീർ തന്നെ. ഉവൈസിയുടെ മജ്ലിസ് ആവട്ടെ 12 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഇത്തവണ അക്കൗണ്ട് തുറക്കാനായില്ല. തൃണമൂലിൽ ശക്തനായിരുന്ന ഹുമയൂൺ കബീറിന്റെ പാർട്ടി ചില്ലറ നാശനഷ്ടമല്ല മമതയ്ക്കുണ്ടാക്കിയിരിക്കുന്നത്. എല്ലായിടത്തും വോട്ടുകൾ ചോർത്തുന്നതിൽ കബീർ വിജയിച്ചു. ഇദ്ദേഹം അടക്കം 40 മുസ്ലിം MLA-മാരാണ് ഇത്തവണ സഭയിലെത്തുക. ഇതിൽ 34 പേർ തൃണമൂലിൽ നിന്നും, 2 പേർ കോൺഗ്രസിൽ നിന്നും, ഒരാൾ CPM-ൽ നിന്നുമാണ്. കഴിഞ്ഞ തവണ തൃണമൂലിൽ മാത്രമായി 43 മുസ്ലിം MLA-മാരുണ്ടായിരുന്നു. ചില മണ്ഡലക്കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്നാണ് വോട്ടുകൾ ഭിന്നിപ്പിച്ചത് എന്നും പലപ്പോഴും BJPയെ വിജയിപ്പിച്ചത് എന്നും കാണാനാവും. നബാഗ്രം മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ ജയിച്ചതായിരുന്നു. ഇത്തവണ 6000-നടുത്ത് വോട്ടിന് BJP-യാണ് വിജയി. ഇവിടെ കോൺഗ്രസ് നേടിയത് 50,000 വോട്ടുകളും CPM നേടിയത് 13,000-ൽ പരം വോട്ടുകളുമാണ്. ഖർഗ്രാമിൽ BJPയുടെ മിതാലിമാൽ ജയിച്ചത് 9,333 വോട്ടുകൾക്കാണ്. അവിടെ CPM 41,000-ൽ പരവും കോൺഗ്രസ് 11,000-ൽ പരവും വോട്ടുകളാണ് നേടിയത്. 2ഇടത്തും കബീറിന്റെ പാർട്ടിയും ഉണ്ടായിരുന്നു മത്സരത്തിന്. ഇത്തരം നിരവധി മണ്ഡലങ്ങളാണ് ബംഗാളിലുള്ളത്. മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചതിനൊപ്പം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം, കച്ചവടക്കാരുടെ പിന്തുണ, തൃണമൂലിനെതിരായ ആരോപണങ്ങൾ ഇവയൊക്കെ ചേർന്നാണ് BJPക്ക് വിജയം സമ്മാനിച്ചിരിക്കുന്നത്. മാൽഡയിലെ വിജയരീതി പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാവും. മുൻപെങ്ങുമില്ലാത്ത വിധം ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു എന്നതൊരു വാസ്തവമാണെന്ന് ബംഗാളിനെ കുറിച്ച് നിരീക്ഷിക്കുന്ന ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പച്ചയായ വർഗീയ പ്രചാരണങ്ങളായിരുന്നു ഉത്തരവാദപ്പെട്ട പലരും അവിടെ നടത്തിയത്. യോഗിയുടെ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ മുൻപൊരു ഇന്ത്യ സ്കാനിൽ സംസാരിച്ചിട്ടുള്ളതാണ്. തൃണമൂലിനെതിരായ ആരോപണങ്ങൾ സത്യമില്ലാതില്ല എന്നതും കാണണം. 15 വർഷത്തെ ഭരണത്തിൽ മുസ്ലിങ്ങളിൽ ചെറിയൊരു വിഭാഗത്തെ മാത്രമേ മമത സംരക്ഷിച്ചുള്ളൂ എന്നൊരാരോപണം നിലനിൽക്കുന്നുണ്ട്. SIR-ന്റെ കാര്യത്തിലോ വഖഫ് നിയമത്തിന്റെ കാര്യത്തിലോ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞില്ലെന്നും വിമർശനമുണ്ട്. SIR-ഉം ഇക്കാര്യത്തിൽ BJPയെ സഹായിച്ചിട്ടുണ്ടെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന. 2021 തെരഞ്ഞെടുപ്പിൽ CAA NRC പ്രശ്നങ്ങൾ തൃണമൂലിനെ പിന്തുണച്ചുവെങ്കിൽ ഇത്തവണത്തെ SIR ഭീഷണി വല്ലാതെ അങ്ങ് ഫലിച്ചില്ല എന്ന് വേണം പറയാൻ. 27 ലക്ഷം ആളുകളെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ടർ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതിൽ 17 ലക്ഷവും മുസ്ലിങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളായ 41 എണ്ണത്തിലാണ് ഈ പുറത്താക്കലുകൾ
കൂടുതലായി നടന്നിട്ടുള്ളത്. ഈ മണ്ഡലങ്ങളിൽ പുറത്താക്കപ്പെട്ട വോട്ടർമാരുടെ 90% മുസ്ലിങ്ങളാണെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. ജംഗിപ്പൂർ വഖഫ് സമരത്തിൽ പറഞ്ഞു കേട്ട ഒരു സ്ഥലപ്പേരാണ്. രാമനവമി ഘോഷയാത്രയെ തുടർന്ന് അക്രമങ്ങൾ അരങ്ങേറിയപ്പോഴും ഈ പേര് കേട്ടിരുന്നു. ഈ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJP ആണ് വിജയിച്ചിരിക്കുന്നത്. BJPയുടെ ചിറ്റ മുഖർജി 10,000-ലധികം വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചത്. SIRന്റെ ഫലമായി ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട 36,581 വോട്ടർമാരിൽ 32,500 പേരും മുസ്ലിങ്ങളായിരുന്നു. അതോടെ ആ മണ്ഡലത്തിന്റെ ജനസംഖ്യാനുപാതത്തിൽ തന്നെ മാറ്റമുണ്ടായി. 46:54 എന്നത് SIRന് ശേഷം 48:52 എന്നായി മാറി. ഇത്തരം മാറ്റങ്ങൾ നിരവധി മണ്ഡലങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളത്. അതോടെ ആഞ്ഞു പിടിച്ചാൽ വിജയിക്കാമെന്ന കണക്കുകൂട്ടലിൽ BJP എത്തി. BJP ജയിക്കുന്നു, ഭരിക്കുന്നു എന്നത് മാത്രമല്ല ബംഗാളിലെ വാർത്തകൾ നൽകുന്ന പാഠം. ഭവാനിപൂരിലെ മമതയുടെ പരാജയത്തോടെ തൃണമൂൽ എന്ന പ്രതീക്ഷയും നഷ്ടമാവുകയാണെന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യയിൽ വൻ മുസ്ലിം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം, അതും മുസ്ലിം ഭൂരിപക്ഷമായ നിരവധി മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനം BJPക്ക് പിടിച്ചെടുക്കാനാവില്ല എന്നായിരുന്നു ഒരു പൊതുചിന്ത. BJPയെ തടയാൻ അവർക്കാവുമെന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഭരണകൂടത്തിന്റെ ഗൂഢപദ്ധതികളും മതേതര പാർട്ടികളുടെ പിടിപ്പുകേടും ന്യൂനപക്ഷത്തിന്റെ ദിശാബോധമില്ലായ്മയും ചേർന്നതോടെ ബംഗാളിൽ സുവേന്ദു അധികാരി എന്ന BJP നേതാവിന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ സാധിച്ചിരിക്കുന്നു. അസമിൽ BJP തന്നെയാണ് അധികാരത്തിൽ. പക്ഷേ ബംഗാളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിന്റെ കൂടെയാണ് മുസ്ലിം ഭൂരിപക്ഷം നിന്നിട്ടുള്ളത് എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത്. മിയാ മുസ്ലിങ്ങളുടെ പാർട്ടി എന്നാണ് അമിത്ഷാ വരെ അസമിൽ വെച്ച് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസ് വിജയിക്കുന്നതോടെ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് സ്വാധീനമാണ് ഇല്ലാതാവുന്നത്. മത്സരിച്ച 30 സീറ്റുകളിൽ 2 സീറ്റിലാണ് ഇവർക്ക് വിജയിക്കാനായത്. നേരത്തെ AIUDFനും കോൺഗ്രസിനും ഇടയിൽ ഭിന്നിച്ചുപോയ മുസ്ലിം വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിലേക്ക് മാറിയെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കോൺഗ്രസ് മത്സരിച്ചത് 99 സീറ്റുകളിൽ, ജയിച്ചത് 19. ഇതിൽ 18 പേരും മുസ്ലിങ്ങൾ. കോൺഗ്രസ് ജയിച്ചു എന്നത് ആശ്വാസകരമാണെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് BJP ജയിക്കാതിരിക്കാൻ ഒരു സമുദായം എന്ന നിലയിൽ അവരെടുത്ത നിലപാടായി മാത്രമേ ഇത് കാണാനാവൂ എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. സംസ്ഥാനത്തെ മൊത്തത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കോൺഗ്രസ് എന്തു ചെയ്തുവെന്ന് പാർട്ടി ആലോചിക്കണമെന്നാണ് അവർ പറയുന്നത്. അസമിലെ മണ്ഡല പുനർനിർണയത്തോടെ സാമുദായിക അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ വിഭജിക്കപ്പെട്ടു എന്ന ആരോപണം ശരിവെക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഹിന്ദു മുസ്ലിം വോട്ടുകൾ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ മുമ്പ് കോൺഗ്രസ് ജയിച്ചിരുന്നു. ഇപ്പോൾ അത്തരമൊരു സാധ്യത പോലും ഇല്ലാതായി എന്നതാണ് സത്യം. അതോടെ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 35-ൽ നിന്നും 22 മാറി. അസമിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് മുസ്ലിം മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്നു എന്നതാണ് ഗൗരവമായി വിലയിരുത്തേണ്ടത്. AIUDF നേതാവ് ബദറുദ്ദീൻ അജ്മലാണ് ഇതിനിടയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ആയിരിക്കുന്നു എന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയായി മാറുന്നുവെന്ന വിമർശനത്തെ കുറച്ചുകൂടെ ഗൗരവത്തോടെ സമീപിക്കേണ്ടതില്ലേ എന്ന ആശങ്കയോടെ ഇന്നത്തെ ഇന്ത്യ സ്കാൻ പൂർണ്ണമാവുന്നു.